ഏകാദശ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ അല്ല, ഇനി പ്രഭാഷണം കഴിഞ്ഞിട്ട് അതായത് നേരത്തെ പറഞ്ഞത് പ്രഭാഷണം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇനി ഒരു അരമണിക്കൂർ പ്രഭാഷണം സമയം പോലെ. മധുവിന് പ്രത്യേകിച്ച് ഒരു വിഷയം ഒന്നും കൊടുത്തിട്ടില്ല. കാരണം നമ്മളുടെ ഏത് സത്സംഗങ്ങളുണ്ടെങ്കിലും അവിടെ മേമ്പൊടിയായിട്ട് മധു ഉണ്ടായിരിക്കും. അതാണ്, ഏത് സാഹചര്യങ്ങളാണെങ്കിലും എത്ര തിരക്കാണെങ്കിലും മധു നമ്മളുടെ ഈ ഭാഗവത കുടുംബത്തിൽ ഉണ്ടാവും എപ്പോഴും. അപ്പം അതും കൂടി ഒന്ന് സ്പർശിച്ചു പോകണം. അതുകൊണ്ട് മധുവിൻ്റെ ആ നല്ല വാക്കുകളെ നമുക്ക് ഒന്ന് ശ്രവിച്ചിട്ട് ബാക്കി ഹംസാവതാരം വരെയുള്ള 3 അധ്യായങ്ങൾ പാരായണം ചെയ്യാം. നമുക്കെല്ലാവർക്കും സുപരിചിതം, ഭാഗവത കുടുംബം തുടങ്ങുമ്പോൾ തന്നെ തൊട്ട് മധു ഇതിൽ ഉണ്ട്. ധാരാളം കുട്ടികൾക്ക് നമ്മുടെ ഇതിലും ബാലകുടുംബമായിട്ട് കുറച്ച് നാൾ കുട്ടികൾക്ക് ആധ്യാത്മിക അറിവുകൾ പകർന്നു കൊടുത്ത ആളാണ്. അതുപോലെ തന്നെ ഒരേ രീതിയിൽ തന്നെ ജീവിതത്തിലും ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ എഞ്ചിനീയറായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. അതിൻ്റെ തിരക്കുകളൊക്കെ കൊണ്ട് പലപ്പോഴും ഇപ്പോൾ പ്രൊമോഷനൊക്കെ ആയതുകൊണ്ട് പലപ്പോഴും നമുക്ക് ഉപാസനയിൽ നിന്ന് വരാൻ സാധിക്കാറില്ല. എങ്കിൽ പോലും എപ്പോഴും ഒരു ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം, ഒരു നല്ലൊരു വ്യക്തിത്വമുള്ള ആളാണ് മധു. അപ്പം ഇതിൽ എല്ലാവർക്കും അറിയാവുന്നവരാണ് എങ്കിൽ പോലും നമുക്ക് ആ മധുവിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി മധുവിനെ ആ പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് തന്നെ ഈ വേദിയിലേക്ക് സാദരം സുസ്വാഗതം ചെയ്യുന്നു. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. തദ്ഗുരുഭ്യോ നമഃ. അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകദന്തം ഭക്താനാമേകദന്തമുപാസ്മഹേ. മാണിക്യവീണാമുപലാളയന്തീം മദാലസാം മഞ്ജുളവാഗ്വിലാസാം മാഹേന്ദ്രനീലദ്യുതികോമളാംഗീം മാതംഗകന്യാം മനസാ സ്മരാമി. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. തിരുമേനിയുടെ അതുപോലെ സജ്ജനങ്ങളുടെ എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. അതില് എന്നോട് ആദ്യം പറഞ്ഞിരുന്നത് ഷഷ്ടസ്കന്ധം 9-ാം അധ്യായം അത് ഒന്ന് നോക്കി അതിനെ അധികരിച്ച് അതിനെ ബേസ് ചെയ്ത് തന്നെ ഒന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. ഷഷ്ടസ്കന്ധം അത് പോഷണം എന്ന ലീലയെ ആണ് വിശദീകരിക്കുന്നത്. ഷഷ്ടസ്കന്ധത്തിലെ ആദ്യത്തെ 3 അധ്യായത്തില് അജാമിളോപാഖ്യാനം വിശദീകരിക്കുന്നു. പിന്നീട് പ്രചേതസ്സുകളെ പറ്റി 5-ാമത്തെ അധ്യായത്തില് നാരദന് ശാപം കിട്ടിയ കാര്യങ്ങളും
പിന്നീട് ദക്ഷ പരമ്പര ഒക്കെ വിശദീകരിച്ചു. അതിനുശേഷം ബൃഹസ്പതി ഗുരുവിനെ വേണ്ട വിധത്തില് ഇന്ദ്രൻ ബഹുമാനിക്കാത്തത് കൊണ്ട് ദേവഗുരുവായ ബൃഹസ്പതി അന്തർധാനം ചെയ്തു. അപ്പൊ ആ സമയത്ത് ഗുരുവിന്റെ ശിക്ഷണമില്ലാതെ, ഗുരുവില്ലാതെ ആർക്കും വേണ്ട രീതിയിൽ കാര്യങ്ങൾ അനുഷ്ഠിക്കാൻ സാധിക്കില്ല. ഗുരുവിന്റെ അനുഗ്രഹമില്ലാതെ, ഗുരോരനുഗ്രഹേണ ഇവ, അതുകൊണ്ട് ഗുരുവിന്റെ അനുഗ്രഹമില്ലാതെ ആർക്കും വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യ ദേവോ ഭവ. ദേവനെക്കാട്ടിലും ഒരു പടിയും കൂടി മുകളിൽ നമ്മൾ ഗുരുക്കന്മാരെ കാണേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഗുരുവിനെ നിന്ദിച്ചതിനെ തുടർന്ന് ബൃഹസ്പതി മറഞ്ഞു നിന്നു. ഇതറിഞ്ഞ അസുരന്മാര് ദേവന്മാരെയൊക്കെ ആക്രമിച്ച് ദേവലോകം കീഴടക്കി. ആ സമയത്ത് എങ്ങനെയാണ് തിരിച്ച് ദേവലോകത്ത് എത്തിപ്പെടാൻ സാധിക്കുക, എങ്ങനെയാണ് തിരിച്ച് പഴയ പ്രതാപം കൊണ്ടുവരാൻ സാധിക്കുക എന്നാലോചിച്ച് അവസാനം നാരായണ കവച മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നതാണ്. അതില് 8ാമത്തെ അധ്യായം ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് തന്നെ എന്ന് പറയാം. മന്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വളരെ വലിയൊരു മന്ത്രമാണ് നാരായണ കവച മന്ത്രം. അത് 8ാമത്തെ അധ്യായത്തിൽ പറയുന്നു. അത് കഴിഞ്ഞ് 9ാം അധ്യായം ഇതില് ഇന്ദ്രന് ഈ ബൃഹസ്പതി പോയതോടുകൂടി വിശ്വരൂപനെ ഇന്ദ്രൻ ഗുരുവായിട്ട് വരിച്ചു, ഗുരുവായിട്ട് സ്വീകരിച്ചു. ഈ വിശ്വരൂപനെ സംബന്ധിച്ചിടത്തോളം അസുരന്മാരും ദേവന്മാരും സഹോദരന്മാരെ പോലെയാണ്. അപ്പൊ അതുകൊണ്ട് യാഗങ്ങൾ ചെയ്യുമ്പോൾ, പൂജകൾ ചെയ്യുമ്പോൾ രണ്ടുപേർക്കും, ദേവന്മാർക്ക് വേണ്ട രീതിയിൽ എല്ലാവരും കാണുക ഹവിർഭാഗം കൊടുത്തു. ആരും കാണാതെ ഒളിച്ച് അസുരന്മാർക്കും കൊടുത്തു. കാരണം രണ്ടുപേരും, ഈ വിശ്വരൂപനെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരും ഒരുപോലെ. അപ്പൊ ദേവന്മാര് നോക്കിയപ്പോഴോ ഇന്ദ്രൻ നോക്കിയപ്പോഴോ നമുക്ക് വേണ്ടതൊക്കെ തരുന്നുണ്ട്, അതുകൊണ്ട് അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. അതേസമയം ശത്രുക്കൾക്കും അതേ രീതിയിൽ നമ്മൾ അറിയാതെ നമ്മൾ കഷ്ടപ്പെട്ട് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു ഭാഗം നേരെ ശത്രുക്കൾക്ക് കൊടുക്കുക. അതായത് വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു ഒരു ആർമി ലെവലിലൊക്കെ അതൊക്കെ ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ ഭാരത സൈന്യത്തിനോട് നമ്മുടെ ശമ്പളം മേടിച്ചുകൊണ്ട് പാകിസ്ഥാൻകാർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്ന പോലെ ഉള്ള ഒരു ഫീലിംഗ് ഇന്ദ്രനുണ്ടായിട്ടുണ്ടെന്ന് വേണം നമുക്ക് വിചാരിക്കാൻ. സ്വാഭാവികമായിട്ടും നമ്മളാണേലും ചെയ്യുന്നത് എന്തായിരിക്കും? അപ്പോഴേ പറഞ്ഞു വിടുക. ഇന്ദ്രനും അത് തന്നെ ചെയ്തു. അപ്പോഴേ അങ്ങ് പറഞ്ഞു വിട്ടു. ഈ ലോകത്ത് നിന്നേ അങ്ങ് പറഞ്ഞു വിട്ടു. തല വെട്ടി 3 തല ഉണ്ടെന്നാണ് പറയുന്നത്. ആ 3 തലകളും അദ്ദേഹം അറുത്തു കളഞ്ഞു. അപ്പോ തുടർന്ന് ഇന്ദ്രന് ബ്രഹ്മഹത്യാപാപം. അപ്പൊ ഇതില് ഒരു കാര്യം നമ്മൾ അറിയാനുള്ളത്, നമ്മൾ ആർക്കെങ്കിലും വേണ്ടി ഒരു കാര്യം ചെയ്താൽ അവരുടെ ശത്രുക്കളെ വളർത്തുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ആർക്കെങ്കിലും വേണ്ടി പ്രതിഫലം പറ്റിക്കൊണ്ട് ഒക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ശത്രുക്കളെ വളർത്തുന്ന രീതിയിൽ ആയിക്കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ ദോഷമാകും. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ
ഈ വിശ്വരൂപനെ വധിച്ചതിനെ തുടർന്ന് ഇന്ദ്രന് ബ്രഹ്മഹത്യാപാപം കിട്ടുകയാണ്. ഈ ഒരു വർഷം ഇന്ദ്രൻ ബ്രഹ്മഹത്യാപാപം ആയിട്ടൊക്കെ നടന്നു. അത് കഴിഞ്ഞ് ഈ പാപത്തിനെ 4 വിഭജിച്ച് ഇത് ആർക്കേലും കൊടുത്ത് എങ്ങനെയും ഒന്ന് സ്വസ്ഥമാകുക എന്നുള്ളൊരു ഉദ്ദേശത്തില് 4 വിഭജിച്ച് ഒരു ഭാഗം ഭൂമിക്കും, ഒരു ഭാഗം വൃക്ഷങ്ങൾക്കും, ഒരു ഭാഗം നദീതടാകങ്ങൾക്കും, ഒരു ഭാഗം സ്ത്രീകൾക്കും അങ്ങനെ വീതിച്ചു കൊടുത്തു. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഒരു പാപം സ്വീകരിക്കുകയാണ്. അപ്പൊ നെഗറ്റീവുകൾ സ്വീകരിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് പകരം എന്തെങ്കിലും ചോദിക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഈ 4 കൂട്ടരും പകരമായിട്ട് ഓരോ വരവൊക്കെ വാങ്ങിച്ച് ഇന്ദ്രന്റെ കയ്യിൽ നിന്ന് ആ ബ്രഹ്മഹത്യാപാപമൊക്കെ വാങ്ങിച്ച് അങ്ങനെ അങ്ങനെ ഇന്ദ്രൻ സ്വസ്ഥമായി സന്തോഷമായി വീണ്ടും കഴിയാൻ തുടങ്ങി. പക്ഷേ ഈ വിശ്വരൂപന്റെ അച്ഛന് സ്വന്തം മകൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അച്ഛന്മാർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ലല്ലോ. അപ്പൊ വിശ്വരൂപന്റെ അച്ഛന് ഒരു തീരുമാനം അങ്ങെടുത്തു. ഇന്ദ്രനെ നശിപ്പിക്കാൻ പാകത്തിനുള്ള ഒരു ഇന്ദ്രനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരു യാഗം ചെയ്തു. ഗംഭീരമായിട്ടുള്ള ഒരു യാഗം ചെയ്തു ത്വഷ്ടാവ്. അപ്പൊ അതില് രാമായണത്തിനകത്ത് കഥ പറയുന്നുണ്ടല്ലോ, കുംഭകർണൻ വരം ചോദിച്ചത് എന്ന് പറയുന്ന പോലെ അദ്ദേഹം മന്ത്രം ചൊല്ലിയപ്പോൾ ചെറിയൊരു അബദ്ധം ഉണ്ടായി. ഇന്ദ്രനെ വധിക്കണം എന്നുള്ളതിന് പകരം ഇന്ദ്രനാൽ വധിക്കുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പുത്രനെ കിട്ടണമെന്ന് ഒരു ചെറിയ ഒരു ഒരു സംസ്കൃതം നമ്മള് ചൊല്ലുന്ന സമയത്ത് മന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോൾ തെറ്റാതെ ചൊല്ലണം, വളരെ ശ്രദ്ധിച്ചു ചൊല്ലണം എന്ന് പറയും. നമ്മൾ ചൊല്ലുന്നത് ഒരു അല്പം മാറിക്കഴിഞ്ഞാൽ ദീർഘമോ ഹ്രസ്വമോ ഒക്കെ ഒന്ന് മാറ്റി ചൊല്ലിക്കഴിഞ്ഞാൽ അർത്ഥം ചില സമയങ്ങളിൽ അർത്ഥം വളരെ അങ്ങ് മാറിപ്പോകും. നേരെ എതിര് ഫലമായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ, നാമം ചൊല്ലുമ്പം ഉറക്കെ ചൊല്ലാം. ചെറിയ തെറ്റ് വന്നാൽ പോലും സാരമില്ല. മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം വേണം മന്ത്രങ്ങൾ ജപിക്കാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം മന്ത്രം ചൊല്ലിയപ്പോൾ ഉള്ള ചെറിയൊരു ഒരു മിസ്റ്റേക്ക് കൊണ്ട് ആ യാഗത്തിൽ നിന്ന് വളരെ വേഗം വളർന്ന വൃത്രാസുരൻ എന്ന അസുരൻ ഉണ്ടായി. പക്ഷെ ഇന്ദ്രനെ വധിക്കുന്ന എന്നായി പോയത്. അതുകൊണ്ട് ഇന്ദ്രന്റെ ശത്രുവായിട്ട് ഇന്ദ്രനാൽ വധിക്കപ്പെടുന്ന പക്ഷെ വളരെയധികം കഴിവുള്ള അസുരനായി വൃത്രാസുരൻ വന്നു. വൃത്രാസുരനെ കണ്ടപ്പോൾ തന്നെ ദേവന്മാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഭയമുണ്ടായി. എല്ലാവരും ഓടി ഒളിക്കാൻ തുടങ്ങി. ഇന്ദ്രനെ ഉൾപ്പെടെ എല്ലാവരെയും വൃത്രാസുരൻ എന്ന് കേട്ടാൽ പോലും എല്ലാവരും ഞെട്ടിപ്പോകുന്ന അത്ര ഭീകരനായിട്ടുള്ള ഒരു രൂപമായിരുന്നു വൃത്രാസുരൻ്റേത്. വലിയൊരു മല വരുന്നത് പോലെ വൃത്രാസുരൻ വരുന്നത് കണ്ട് ദേവന്മാരൊക്കെ ഓടിപ്പോയി. അവസാനം ഈ വീണ്ടും തിരിച്ച് ദേവലോകത്തേക്ക് പ്രവേശിക്കാനായിട്ട് എന്താണ് വഴി എന്ന് ഇവര് ദേവന്മാര് ആലോചിച്ച് നോക്കി. അപ്പൊ അവസാനം മഹാവിഷ്ണുവിനെ തന്നെ ശരണം പ്രാപിച്ചു. മഹാവിഷ്ണു അതിനുള്ള വഴിയും പറഞ്ഞു കൊടുത്തു. അത് നമുക്കൊക്കെ അറിയാം. ദധീചി മഹർഷിയുടെ എല്ലുകൊണ്ട് വജ്രായുധം ഉണ്ടാക്കി അതുകൊണ്ട് വൃത്രാസുരനെ വധിക്കാം എന്നാണ് പറഞ്ഞത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഒരാളുടെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ എല്ല് വേണം
എന്ന് നമുക്ക് സാധാരണക്കാർക്ക് ആർക്കും ചോദിക്കാൻ സാധിക്കുന്ന കാര്യമല്ല, അല്ലേ? ആരെയും ചോദിച്ചാൽ ചേട്ടാ ചേട്ടൻ്റെ എല്ലിങ്ങ് തരൂ, ഞാൻ എൻ്റെ എല്ല് തരൂ, ഞാൻ അതുകൊണ്ടൊന്ന് ഒരായുധം ഉണ്ടാക്കാനാ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ ആരെങ്കിലും തരുമോ? അത് നട്ടല്ലെന്നാണ് പറയുന്നത്. ഈ നട്ടെല്ല് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് ജീവൻ ഉണ്ടാവില്ലല്ലോ. അപ്പം എല്ലുകളെന്നാണ് ഭാഗവതത്തിൽ കാണുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ആർക്കും അത് സ്വീകരിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ദേവന്മാർക്ക് തന്നെ ഒരു സംശയം, ഈ മഹർഷി ഇത് സമ്മതിക്കുമോ എന്ന്. നോക്കൂ, മഹർഷിമാര് എന്ന് പറഞ്ഞാൽ എത്ര ഉന്നത തലത്തിലുള്ള ആൾക്കാരാണ് എന്ന് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അതുകൊണ്ട് ഈ ദേവന്മാര് ഈ മഹർഷിയുടെ ശിഷ്യനായിട്ടുള്ള ശിനികുമാരന്മാരെ കൂടെ വിളിച്ചുകൊണ്ടാണ് പോയത്. ശിനികുമാരന്മാര് പറഞ്ഞാല് ഈ മഹർഷി എല്ല് തരും എന്നുള്ള ഒരു 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 വിശ്വാസത്തില്. അപ്പോ മഹർഷിയോട് ചോദിച്ചപ്പോ ആദ്യം വളരെ ബുദ്ധിമുട്ടി ആണ് ഈ ദേവന്മാര് ചോദിക്കാൻ മടിച്ചിട്ട് ഒക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ ഈ ചോദിച്ചപ്പോഴേ ഈ മഹർഷിയുടെ ഉത്തരം, ഈ ശരീരം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടുമെങ്കിൽ ആ ശരീരം ഉപേക്ഷിക്കുന്നത് എത്രയോ ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം സ്വയം ദേഹം ത്യജിച്ച് ആ ദേഹത്ത് നിന്ന് ഉള്ള എല്ലുകളെടുത്ത് വജ്രായുധം ഉണ്ടാക്കിയിട്ടാണ് ഈ വൃത്രാസുരനെ കൊല്ലുന്നത്. അപ്പം ദേവന്മാരും മഹർഷിമാരും തമ്മിലുള്ള ഒരു വ്യത്യാസം, മഹർഷി എന്ന് പറഞ്ഞാൽ മഹാനായിട്ട് ഋഷി, മനുഷ്യന് ഏത് ലെവലിൽ വരെയും എത്ര ഋഷി വരെ ആകാൻ സാധിക്കും. പക്ഷെ ദേവന്മാർക്ക് ഒരിക്കലും ആ ഒരു ലെവലിലേക്ക് എത്താൻ സാധിക്കില്ല. അതുകൊണ്ട് മനുഷ്യ ജന്മം ലഭിച്ച നമുക്ക് ഏത് ലെവലിലേക്ക് വേണേലും ഉയരാൻ സാധിക്കും. ദേവന്മാര് സ്വന്തം ആഗ്രഹം സാധിക്കാനായിട്ട്, സ്വന്തം സുഖലോലുപതയ്ക്ക് വേണ്ടിയിട്ട് ആ മഹർഷിയുടെ, പുണ്യവാനായിട്ടുള്ള ആ മഹർഷിയുടെ എല്ല് യാചിക്കേണ്ടതായിട്ട് വന്നു. പക്ഷെ മഹർഷിയോ, അതിനെന്താ, എൻ്റെ ശരീരം കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനം കിട്ടുമെങ്കിൽ അത് ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യമാണ്. ഒട്ടും മടിക്കണ്ട ദേവന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനം കിട്ടുന്നതല്ലേ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി ദേഹത്യാഗം ചെയ്ത് ആ എല്ല് എടുത്ത് വജ്രായുധം ഉണ്ടാക്കി വൃത്രാസുരനെ കൊന്നു. അപ്പോൾ നമ്മളും ജീവിക്കുന്ന സമയത്ത് ആശയങ്ങള്, നമ്മൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? മറ്റുള്ളവർക്ക് പരോപകാരാർത്ഥം ഇതം ശരീരം, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ ശരീരം ത്യജിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ വീടിന് വേണ്ടി, അല്ലെങ്കിൽ നാടിനു വേണ്ടി, അല്ലെ നമ്മുടെ സംസ്കാരത്തിന് വേണ്ടി ശരീരം പോലും ത്യജിച്ച ധാരാളം ആൾക്കാര്, നമ്മുടെ മാതൃഭൂമിക്ക് വേണ്ടിയിട്ട് ജീവൻ ത്യജിച്ച ധാരാളം സൈനികര് ഒക്കെ ഉണ്ട്. അപ്പൊ അവരെയൊക്കെ എല്ലാ ദിവസവും നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കണം. ഈ നമ്മുടെ സത്സംഗത്തില് എല്ലാ ദിവസവും ചൊല്ലാറുണ്ടല്ലോ. അപ്പൊ അതൊക്കെ അതുപോലുള്ള പുണ്യാത്മാക്കളെ ഓർക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് സജ്ജനങ്ങളെ കാണണം. അപ്പോൾ അങ്ങനെ ശ്രേഷ്ഠമായിട്ടുള്ള രീതിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ശ്രേഷ്ഠമായി ജീവിക്കാൻ സാധിക്കണം. പുണ്യാത്മാക്കൾക്ക് വേണ്ടിയിട്ട്, പുണ്യാത്മാവായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ മഹർഷിയുടെ എല്ലുപയോഗിച്ച് വജ്രായുധമായിട്ട് വൃത്രാസുരനോട് യുദ്ധം ചെയ്യാൻ പോയപ്പോഴും ആ വൃത്രാസുരന്റെ കുറച്ച് ഉപദേശങ്ങളൊക്കെ ഉണ്ട് ഇന്ദ്രനെ ഉപദേശിക്കുന്നത്. ഇന്ദ്രൻ യുദ്ധം ചെയ്യാനായിട്ട് ചെന്നിട്ട് പോലും അദ്ദേഹത്തിന് അതിന് സാധിക്കുന്നില്ല. ഭയമാണ് ഇന്ദ്രന്. എങ്കിൽ പോലും അവസാനം വൃത്രാസുരൻ ഇന്ദ്രനോട് പറഞ്ഞു, ഇന്ദ്ര, എന്നെ വധിച്ചോളൂ, അതിനായിട്ടല്ലേ നീ ഈ ആയുധമൊക്കെ ഉണ്ടാക്കി വന്നിരിക്കുന്നത്, ധൈര്യമായിട്ട് എന്നെ വധിച്ചോളാൻ പറഞ്ഞ്
എന്നെ വധിക്കാൻ പറഞ്ഞ് വൃത്രാസുരൻ അങ്ങോട്ട് പറയുകയാണ്. എന്നിട്ട് വൃത്രാസുരന്റെ കുറെ ഉപദേശങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഇന്ദ്രന് പോലും നാണക്കേടുണ്ടാവുന്ന രീതിയിലുള്ള ഉപദേശങ്ങളാണ് അസുരനായിട്ടുള്ള വൃത്രാസുരൻ പോലും നടത്തിയിട്ടുള്ളത്. ഏതായാലും ഈ അധ്യായത്തില് ഈ ദധീചി മഹർഷിയോട് ഈ അദ്ദേഹത്തിന്റെ എല്ല് യാചിക്കാനായിട്ട് പറയുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആണ് ഈ അധ്യായം അവസാനിക്കുന്നത്. 10-ാം അധ്യായത്തില് ദധീചിയുടെ ദേഹത്യാഗവും പിന്നീട് വൃത്രാസുരന്റെ വധവും ഒക്കെ ആണ് പ്രതിപാദ്യ വിഷയം. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിച്ചു. ജീവിക്കുന്നത് എത്ര നാള് ജീവിച്ചാലും, എത്ര കുറച്ചു കാലമേ ജീവിച്ചുള്ളെങ്കിലും, വളരെ കൂടുതൽ കാലം ജീവിച്ചാലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളാൽ സാധിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുക. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ അതിന് യാതൊരു ബുദ്ധിമുട്ടും ഉള്ള കാര്യമല്ലല്ലോ. എത്ര പ്രായമായാലും ചെയ്യാവുന്ന കാര്യമാണല്ലോ. അപ്പം നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഭംഗിയായി പറഞ്ഞു കൊടുക്കുക. നമുക്കറിയാവുന്ന ഇതുപോലെയുള്ള സത്സംഗങ്ങളിലൂടെയൊക്കെ പരമാവധി പ്രയോജനം ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുക, മറ്റുള്ളവർക്കും അതിനുവേണ്ടി അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഇതിലും എനിക്കൊരു ചെറിയൊരു അവസരം തന്നതിന് തിരുമേനിയോടുള്ള നന്ദി ഒന്നുകൂടി അറിയിച്ചുകൊണ്ട്, എനിക്ക് വേണ്ടി മാറ്റിവെച്ച സമയവും അതുപോലെ കുറച്ച് അധ്യായങ്ങൾ പാരായണം മാറ്റിവെച്ചു, ഇതൊക്കെ ഒന്നുകൂടി നന്ദി അറിയിച്ചുകൊണ്ട്, ഉണ്ടായ തെറ്റുകൾക്ക് ഒന്നുകൂടി ക്ഷമാപണം അർപ്പിച്ചുകൊണ്ട്, എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട് ഈ വാക്കുകള് ഭക്തന്മാരുടെ പാദങ്ങളില്, ഭഗവാന്റെ പാദങ്ങളില്, ഗുരുവായ തിരുമേനിയുടെ പാദങ്ങളില് സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമീദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഗോവിന്ദ ഗോവിന്ദ. ഇപ്പോഴാണ് നമ്മളുടെ സപ്താഹ യജ്ഞം ഒന്ന് ശുദ്ധമായതെന്നാണ് പറയാം. എന്തായാലും ഈ ഒരു 2 മിനിറ്റോ ഉള്ളതെന്നുള്ളതല്ല അവിടെ, എത്ര ആ പറയുന്ന വാക്കുകളുടെ ശക്തി എന്ന് പറയുന്നത്, ഞാൻ പറയാറില്ല, ഭാവഗ്രാഹി ജനാർദ്ദന എന്ന് പറയും. എത്രയൊക്കെ ആയാലും എനിക്ക് മധുവിനെ പരിചയപ്പെട്ടത് മുതൽ ഈ നിമിഷം വരെയുള്ള ഒരു അനുഭവം എനിക്ക് എങ്ങനെയാണ് സത്യത്തിൽ ഒരു ലെവലേശം ഒരു കുറച്ച് അടുത്തൊന്ന് ഇരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു വൈബ് വല്ലാത്തൊരു വൈബാണ് ശരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 2 വാക്കാണെങ്കിൽ ആ 2 വാക്ക് പറഞ്ഞാൽ നമ്മളുടെ ഈ എങ്കിലും അത് യജ്ഞഭാവത്തിലേക്ക് എത്തൂ. ഇപ്പം 2 ആത്മനിവേദനം നമ്മളെ കാണിച്ചു. ഒന്ന്, വൃത്രാസുരൻ തൻ്റെ ശരീരം കൊടുക്കാൻ ഒരു മടിയും കാണിച്ചില്ല. ദധീചി മഹർഷി ശരീരം കൊടുക്കാൻ ഒരു മടിയും കാണിച്ചില്ല. ഇതേപോലെ തന്നെ പരോപകാരമിതം ശരീരം എന്നതുപോലെ തന്നെ നമ്മുടെ കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം എന്ന് പറയാൻ യോഗ്യനാണ് മധു. കാരണം കുട്ടിക്കാലം മുതൽ തന്നെ എത്രയോ കുട്ടികൾക്ക് ഇതേപോലെ അടുത്തിരുത്തി അവർക്ക് ഉപദേശിച്ച ഒരു പാരമ്പര്യം തന്നെ പറയാം. ശരിക്കും അങ്ങനെ തന്നെ പറയേണ്ടി വരും. അത്ര കണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ തുടങ്ങിയൊന്നും സംശയമുണ്ട് എനിക്ക്. അപ്പം അങ്ങനെ ഒരു രീതിയിൽ ശീലിച്ചിട്ടുള്ള ഒരു മധുവിന് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ.
കാരണം ആ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് യോഗ്യതയുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഒക്കെ എല്ലാവരും ഇന്ന് ധന്യമാണ് ശരിക്കും പറഞ്ഞാൽ ആ വാക്കുകളെ കേൾക്കാനും അനുഭവിക്കുവാനും ഒക്കെ സാധിച്ചതിൽ മധുവിന്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. പറയുന്ന സമയത്ത് നമുക്കറിയാലേ ആ ആരോഗ്യത്തിന്റെ സ്ഥിതി നമുക്കറിയാം. എങ്കിൽ പോലും ആ ഒരു സമർപ്പണ ബുദ്ധി നമുക്ക് നേരിട്ട് കാണിച്ചു തന്ന ഒരു വ്യക്തിത്വം, ആ വ്യക്തിത്വത്തിന്റെ പാദങ്ങൾ നമസ്കരിക്കുന്നു. ഇനിയും ഒക്കെ ധാരാളം ഈ വ്യക്തിത്വം അടുത്ത തലമുറകളിലേക്കും പകർന്നു വരാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ.